ഹലോ, സുഖമാണ് എല്ലാവർക്കും. ഞാനിപ്പോൾ ഉള്ളത് പൂജാരീസ് ഫിഷ് ലാൻഡിലാട്ടോ. ഇത് നമ്മുടെ മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേയിലാണ് ഇതുള്ളത്. സത്യം പറഞ്ഞാൽ കുറേ നാളായിട്ട് ഈ വഴി പോകുമ്പോഴൊക്കെ ഞാനിവിടെ ഒന്ന് കയറി ഫുഡ് കഴിക്കണം എന്ന് ആലോചിക്കും. പക്ഷേ വരെ നടന്നിട്ടില്ല. അതാ ഇപ്പോഴാണ് നടക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഈ ആംബിയൻസ് ഞാൻ കാണുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് പഴയ കാറുകൾ, ബൈക്കുകൾ, അതേപോലെ കുറേ പശുക്കൾ, പിന്നെ അവരുടെ ആ മണിയടി സൗണ്ടൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ കുറേ പച്ചപ്പും ഹരിതാപയും. അതേപോലെ ഇതാണ് അവരുടെ കാർ പാർക്കിംഗ് ഏരിയ. നല്ല അത്യാവശ്യം ഒരുപാട് കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് അവിടെ ഉണ്ട്. കാരണം അത്രയും ക്രൗഡഡ് ആണ് കേട്ടോ ഇവിടെ. എപ്പോഴും ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട്. എനിക്കാണെങ്കിൽ ഇത് കണ്ടപ്പോൾ എന്താ മനസ്സ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് നിറഞ്ഞു പോയി. അത്രയും, അതായത് ഈ ക്യാമറയിൽ ഇത് എത്രത്തോളം വരുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എവിടെ നോക്കിയാലും ഒരു പച്ചയും മഞ്ഞയും ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഇത്രയും സ്പേസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്തും കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അകത്ത് ചെന്ന് ഫുഡ് ഓർഡർ ചെയ്ത് വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നത്. കാരണം എനിക്ക് ഫുഡ് കഴിക്കാൻ കൊത്തിയായിട്ട് പാടില്ല. അതേപോലെ സീറ്റ് കിട്ടുന്നത് ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ സീറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഫുഡ് ഓർഡർ ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ വന്നിരുന്നത്. അങ്ങനെ എനിക്ക് മാക്സിമം പറ്റുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ഞാൻ വന്നിട്ട് ടേബിളിൽ ഇരുന്നു. അപ്പം നമ്മളേക്കും ഫുഡ് വന്നു. ഞാൻ അഞ്ചൽ ഫ്രൈ പറഞ്ഞായിരുന്നു, അതേപോലെ നല്ല മുട്ടക്കറി പറഞ്ഞായിരുന്നു. അതിൻ്റെ കൂടെ ഈ ഒരു അപ്പം പറഞ്ഞു. ഇതിനൊരു പേരുണ്ട് കേട്ടോ, ഞാൻ മറന്നുപോയി. ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നല്ല കുഴുവക്കറിയും ചോറും പറഞ്ഞായിരുന്നു. വൈറ്റ് റൈസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ ആ ഫിഷ് ഫ്രൈ ഒന്ന് കഴിച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞത് വായിൽ വെച്ചപ്പോൾ എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. കുറേ നാൾ കാത്തിരുന്നിട്ട് കഴിക്കുന്ന ടേസ്റ്റ് ആയതുകൊണ്ടും എനിക്ക് തോന്നുന്നു അതിൻ്റെയും കൂടെ ഒരു സന്തോഷം ഉണ്ടാവും. പിന്നെ ഞാൻ ആ ചോറും ആ മീൻ വറുത്തൊക്കെ കൂട്ടി നല്ലൊരു പിടി അങ്ങോട്ട് പിടിച്ചു. കുറേ നേരം ആസ്വദിച്ച് ഞാൻ കഴിച്ചു. അതിന് മുമ്പേ ഞാൻ നമ്മുടെ ആപ്പം മുട്ടക്കറിയും അകത്താക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ചോറ് കഴിക്കുന്നത്. ചില സമയത്ത് നമുക്ക് അങ്ങനെയാണല്ലോ, കാരണം ഇത് ഭയങ്കര റെയറായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു ഫുഡായതുകൊണ്ട് തന്നെ ഞാനത് ആസ്വദിച്ച് സമാധാനമായിട്ടിരുന്ന് അവിടെ ഇരുന്ന് കഴിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നല്ല ഗുലാബ് ജാം വിത്ത് വാനില ഐസ്ക്രീം പറഞ്ഞായിരുന്നു കേട്ടോ. സോ എൻ്റെ മനസ്സും വയറും ഒരേപോലെ നിറഞ്ഞ സന്തോഷത്തിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. കൂടെ ഞാൻ പാഴ്സലും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരാം. ബൈ.